മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കാണ്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സിനിമ എന്താണ് അതിൻ്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ അല്ലെ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ ഒക്കെ ടൈറ്റിൽ ആവശ്യമാവാം. എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞ് അതിപ്പോ ലിസ്റ്റ് എന്നെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ഇപ്പോഴല്ലേ ചെയ്യുന്നത്. അപ്പോൾ കൊണ്ടിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലായിക്കോളും. ഞാനിത് കുറേ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കുവായിട്ട് ഇതിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, നിനക്ക് മലയാളത്തിൽ ഹീറോ ഇല്ലാത്തതുകൊണ്ടിട്ടാണോ? പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ഹീറോനെ വെച്ചിട്ടാണ്. അപ്പം ഓരോരുത്തരുടെ ചെറുപ്പത്തിൽ ഓരോരുത്തരാണ് വലിയ ഹീറോസ് ആയിട്ട് കാണുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ചെറുപ്പത്തിൽ ദിലീപേട്ടൻ വളരെ വലിയ ഹീറോയാണ്. ദിലീപേട്ടൻ എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ്. പുള്ളിയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ സിനിമ കാണാനായിട്ട് തന്നെ പോയിട്ടുണ്ട്. ജോണി ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള 1-2 പടങ്ങളിൽ തന്നെ ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. അപ്പം ഒരു കുറച്ച് അകലത്തിൽ നിന്ന് കാണാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ട്. പിന്നീട് സിനിമയിൽ വന്നു പല ഹീറോസുമായിട്ട് സിനിമയിൽ സഹകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ദിലീപേട്ടനുമായിട്ട് ആദ്യമായിട്ട് സഹകരിക്കുന്ന ഒരു സിനിമ. പക്ഷെ നമ്മളൊരു സിനിമയെ സംബന്ധിച്ച് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എപ്പോഴും നിർമ്മാതാവിനെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക്കാണ്. ഈ സിനിമ എന്തെന്നറിയത്തില്ല. ദിലീപേട്ടൻ്റെ ഇപ്പം എല്ലാവർക്കും നല്ല സമയമുണ്ട്, മോശം സമയമുണ്ട്. അപ്പം ദിലീപേട്ടൻ്റെ ഒരു മോശം സമയത്തിലൂടെയാണ് ഇപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മോശം സമയത്തൂടെയാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത്. ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വേറൊന്നുമല്ല, ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, നിനക്ക് മലയാളത്തിൽ ഹീറോ ഇല്ലാത്തതുകൊണ്ടിട്ടാണോ? പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ഹീറോനെ വെച്ചിട്ടാണ്. നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാള് കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതാണ് എൻ്റെ ഒരു ധൈര്യവും, ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യവും. ഇത് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുമെന്ന് ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് ദിലീപേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയത്. അതിലുപരി ഈ സിനിമ ചെയ്യുമ്പം ഞാനിത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ടിട്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത്. ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ 1 മുതൽ എല്ലാം നല്ല കാര്യങ്ങളാണ്. ഞങ്ങളെല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തേക്കുന്നത്. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല, അല്ലെ ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്നു മുതൽ ഈ സിനിമയുടെ ടൈറ്റിലില്ല, ആരഭിനയിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പം മുതല് നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. ഒരു സിനിമ എന്താണ് അതിൻ്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ അല്ലെ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ ഒക്കെ ടൈറ്റിൽ ആവശ്യമാവാം. എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ച്, പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ദിലീപേട്ടനോട് ചോദിച്ചു, ദിലീപേട്ടൻ എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത്? അതിപ്പോ ലിസ്റ്റ് എന്നെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ഇപ്പോഴല്ലേ ചെയ്യുന്നത്. അപ്പോൾ കൊണ്ടിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലായിക്കോളും. ഞാനിത് കുറേ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കുവായിട്ട് ഞാനിതിൽ ശ്രദ്ധിക്കാറില്ല. കാരണം ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷെയ്ഡിലൂടെയുള്ളൂ പോകുള്ളൂ. ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പോൾ പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതിൽ കൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്, ഒരു ട്രാക്കിലൂടെ പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയുകയാണ്, ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ്. കാരണം ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ട് ഈവൻ പറ്റിയിട്ടില്ല. ഈ സിനിമ
പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. എല്ലാ സിനിമകളും നമ്മൾ ഇറക്കുമ്പോൾ പ്രേക്ഷകരുടെ അടുത്താണെങ്കിലും ഈ സിനിമ ഞങ്ങൾ ഇതിന്റെ ഒരു തുടക്കം മുതലേ ഇത് പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ്. എപ്പോഴും നമുക്കെപ്പോഴും ചലഞ്ച് എടുക്കുന്നതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അതായത് ദിലീപേട്ടൻ ഇപ്പൊ കുറച്ചായിട്ട് എന്താണ് ദിലീപേട്ടന്റെ അതായത് പടങ്ങളിലുള്ള ഒരു ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്തിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ദിലീപേട്ടന്റെ കുറെ കോമഡി ട്രാക്കുകൾ ഇവനുണ്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ ഓരോ ലുക്ക് ആയിക്കോട്ടെ, അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. അപ്പം ദിലീപേട്ടന്റെ എന്ത് കാര്യങ്ങളാണോ ഈ സിനിമയിൽ വേണ്ട എന്ന് ഒരു പ്രേക്ഷകനായിട്ട്, അല്ലെങ്കിൽ ദിലീപേട്ടന്റെ സിനിമയെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ വേറൊരു സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ സിനിമ ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതിപ്പോ ഞാനായിക്കോട്ടെ, ഷാരിസ് ആയിക്കോട്ടെ, ബിൻഡോ ആയിക്കോട്ടെ. അപ്പം ഈ സിനിമ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. ഈ സിനിമ ഭയങ്കര ഹിറ്റടിക്കും, ഒരു വേറിട്ട സിനിമയായിരിക്കും, അങ്ങനെയൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഈ സിനിമ 100% നിരുത്സാഹപ്പെടുത്തത്തില്ല എന്നുള്ള ഒരു തോന്നൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പം അതിന്റെ ഇപ്പൊ ഇന്നലെ അതിന്റെ സെൻസർ കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു സിനിമയാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാ സിനിമയും നല്ല സിനിമയാന്ന് പറയും, പക്ഷേ ഒരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു പക്ക ഫാമിലി സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. ജോൺ ചേട്ടൻ ആയിക്കോട്ടെ, മഞ്ജു ചേച്ചി ആയിക്കോട്ടെ, സിദ്ദിഖ ആയിക്കോട്ടെ, നമ്മുടെ പുതിയ ആൾക്കാർ ഒരുപാട് പേര്, ജോസൂട്ടി ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി പേര് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഈ സിനിമ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം കൂടെ ഇതിൻ്റെ ഇടയിൽ പറയാനുള്ളത്, നമ്മളൊരു മ്യൂസിക് ഡയറക്ടറെ, ഞാൻ എൻ്റെ ഒരു വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ മ്യൂസിക് ഡയറക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ആ സിനിമ കുറച്ച് ലേറ്റ് ആയി പോയത് കൊണ്ടിട്ട് നമ്മൾ ആ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ സനൽ ദേവ് എന്ന് പറയുന്ന ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറെയാണ് നമ്മൾ ഈ സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിന്റെ ഒരു ഫൈനൽ വെർഷൻ കണ്ടപ്പോൾ ഞാൻ അവനെ നെഗറ്റീവ്സ് ഒക്കെ ഒത്തിരി നെഗറ്റീവ്സ് പറഞ്ഞിട്ട് ഇൻസ്പിറേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പടത്തിന്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ ഇതിന്റെ ഒരു ഫൈനൽ മിക്സ് ഒക്കെ ചെയ്യുന്ന, അതായത് മിക്സിംഗ് സമയം എന്ന് പറയുന്നതാണ് സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് വരുന്നത്, സൗണ്ട് മിക്സിംഗ്. അപ്പോൾ മിക്സിംഗ് ചെയ്യുന്ന രാധാകൃഷ്ണൻ പറഞ്ഞത്, ഇത് ആരാണ് ഈ പടം സൗണ്ട് ചെയ്തത്, ഈ പടം എത്രയോ മേലിലേക്ക് അദ്ദേഹം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആളുടെ ഒരു ദിവസം കൂടെയാണ് ഇന്ന്. അപ്പം വളരെയധികം സന്തോഷം. മാജിക് ഫ്രെയിംസിന്റെ പേരിൽ ഇപ്പോൾ അണിയറയിൽ ഒരു 5 സിനിമയും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മളൊരു സിനിമ കഥ കേൾക്കുക, പ്ലാൻ ചെയ്യുക, കമ്മിറ്റ് ചെയ്യുക, ഹീറോയിനെ കമ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ ടേക്ക് ചെയ്യുന്നത് നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ ടീമാണ്. സന്തോഷമായിക്കോട്ടെ, അഖിലായിക്കോട്ടെ. അപ്പോൾ അവർക്ക് ഓരോ പ്രോജക്റ്റ് ഇങ്ങനെ മാറി കൊടുത്ത്, പിന്നെ ഞാൻ നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നാണ് സന്തോഷും അഖിലും ആ പ്രോജക്റ്റുകൾ ചെയ്തു തരുന്നത്. അപ്പം എന്നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളവരായിട്ട് അവർ പ്രവർത്തിക്കുന്നതുകൊണ്ടിട്ടാണ് മാജിക് ഫ്രെയിംസിന് ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയധികം സിനിമകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ മാജിക് ഫ്രെയിംസിൻ്റെ സന്തോഷം, പിന്നെ ബബിനുണ്ട് അഡ്മിനിസ്ട്രേഷൻ ഹെഡായിട്ട്, ഡിസ്ട്രിബ്യൂഷൻ ഹെഡായിട്ട് ബബിനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു പറ്റം ടീമുകളുണ്ട്. അക്കൗണ്ട്സിലുള്ള ആളായിക്കോട്ടെ, ഓഫീസിലുള്ള ആളുകളായിക്കോട്ടെ, ഒരുപാട് ടീമുകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണമാണ് മാജിക് ഫ്രെയിംസിനെ ഇങ്ങനെ ഒന്നിൻ്റെ പുറകിൽ ഒന്നൊന്നായി ഇങ്ങനെ വളർത്തിക്കൊണ്ടിട്ടിരിക്കുന്നത്. സോ അവർക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. സോ വളരെയധികം സന്തോഷം. ഒരിക്കൽ കൂടി ഈ സിനിമ നിങ്ങൾ കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് നമ്മൾ ഓരോ ഇതിൽ പറയുന്ന പോലെ ഷെയർ ചെയ്യണം. എന്താണ്, മൗത്ത് ടോക്കാണ് ഏറ്റവും വലിയ ഒരു സിനിമയുടെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ദിലീപേട്ടൻ്റെ 150ാമത്തെ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിൽ വലിയ ഫങ്ഷനായിട്ട് എല്ലാ മറ്റ് ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ച് നടത്താം എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത് തുടക്കത്തിൽ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ.
പക്ഷെ പിന്നീട് അങ്ങനെ പോയി കഴിയുമ്പോൾ ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ വലിയ ഹൈപ്പുകൾ കൊണ്ടുവന്നിട്ടല്ലോ നമ്മളിപ്പോൾ ഇവൻ ചെയ്യുക. ഇതൊരു ഫാമിലി സിനിമ ആയതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലും ഇതിനെ ഇങ്ങനെ ഒരു ഹൈപ്പ് കൊടുക്കേണ്ട ഒരു സാധനവും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പിന്നെ ഇതിനൊരു ട്രെയിലർ ഇല്ല, ഒരു കുട്ടി ചെറിയ 1-2 ടീസറുകൾ മാത്രമാണ് ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് വിടാനായിട്ട് പറ്റിയത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ ഒരു കൊച്ചു പോരായ്മ ഉണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം ഞങ്ങൾ അധികം പോസ്റ്റേഴ്സ് പോലും ഞങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. കാരണം എല്ലാം ആ സിനിമ കാണുമ്പോൾ കണ്ടാൽ മതി എന്നാണ് ഷാരിസും ബിൻഡോയൊക്കെ പറയുന്നത്. അതുകൊണ്ടിട്ടാണ് അവരുടെ തീരുമാനമാണ് ഈ പ്രോഗ്രാം ഒരു ചെറിയ പ്രോഗ്രാമായി മാറ്റേണ്ടത്. അപ്പം ചെറിയ ആ പ്രോഗ്രാം തിയേറ്ററിൽ ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ആശംസിക്കുകയാണ്. സോ വീണ്ടും ഒരു റിപ്പീറ്റേഷൻ പോലെ പറയുന്നു, വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ വാക്കുകൾ പറയുന്നു. ഇന്ന് ഒരു ചെറിയ കാര്യങ്ങൾ, ഇതല്ല ഈ പരിപാടികൾ ഇന്നിവിടെ കഴിഞ്ഞു. പക്ഷെ ഞാൻ ഈ മലയാള സിനിമയിൽ വന്നിട്ട് 10-15 വർഷമായി. ഇന്നും കുറേ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയേക്കാണ്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. താങ്ക് യു.